സുവിശേഷം കേൾക്കണം. നോ പേഴ്സൺ ലെഫ്റ്റ്. ഒറ്റ കുഞ്ഞുങ്ങൾ പോലും. വളരെ ശ്രദ്ധിക്കണം. രാജ്യത്തിന്റെ സുവിശേഷം കേൾക്കാത്തവർ ആരും കാണല്ല. രാജ്യത്തിന്റെ സുവിശേഷം അറിയാത്തവർ ആരും കാണല്ല. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദേവദാസന്മാരെ, എല്ലാവരും ദൈവത്തിന്റെ സുവിശേഷം, കർത്താവിന്റെ സുവിശേഷം എല്ലാവരും കേട്ടിരിക്കണം. സകലരോടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് സകലതും എല്ലാവരും എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളിനെ പോലും വിടാൻ പാടില്ലെന്നാണ്. കർത്താവിന്റെ ദാസൻ എ ബി മാത്യു അദ്ദേഹത്തിന്റെ സാക്ഷ്യവാദ്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ഒന്നുമില്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ, ഒരൊറ്റ വിശ്വാസികൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ അദ്ദേഹത്തോട് ചേർന്നുകൊണ്ട് എനിക്ക് പറയാൻ കൊണ്ട് കഴിയും. പഞ്ചാബിൽ സുവിശേഷത്തിന് വേണ്ടി ഞാൻ ആദ്യം കടന്നു വന്ന സന്ദർഭത്തിൽ ആരും പോകാത്തതായ ഒരു ഗ്രാമപ്രദേശം തെരഞ്ഞെടുത്താണ് ഞാൻ അവിടെ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചത്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി. എ. ജോർജിന് നന്നായിട്ട് അറിയാം. ലുധിയാന പട്ടണത്തിൽ നിന്നും 30 കിലോമീറ്റർ ദൂരെയുള്ളതായ ഒരു ഗ്രാമപ്രദേശം തെരഞ്ഞെടുത്തു. അതിന് 100 കിലോമീറ്റർ ഉള്ളിൽ ഒരൊറ്റ സഭകളില്ല, അങ്ങനെയുള്ളതായ ഒരു കൂട്ടായ്മകളും ഇല്ല. ആ സ്ഥലങ്ങളിൽ കടന്നു പോയപ്പോൾ നിരുത്സാഹപ്പെടുത്താൻ അനേക പ്രിയപ്പെട്ടുണ്ടായിരുന്നു. വലിയ പട്ടണമാണ് അടുത്തടുത്തുള്ളത്. മലയാളികൾ ധാരാളം ആ പട്ടണ പ്രദേശങ്ങളിലുണ്ട്. എന്തുകൊണ്ട് അവിടെ പോയി ഒരു സഭ സ്ഥാപിച്ചുകൂടാ? എന്നാൽ ദൈവം തന്നേൽക്കുന്നതായ ആ ദർശനപ്രകാരം ആ പ്രദേശത്തേക്ക് കടന്നുപോയി അവിടെ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല ആ പ്രദേശം മുഴുവൻ എല്ലാവരോടും സുവിശേഷം പറഞ്ഞെന്ന് ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല. എന്നാൽ കഴിയുന്നത് എവിടെ വരെ ചെല്ലാമോ കാൽനടയായിട്ടും സ്കൂട്ടറിലും സൈക്കിളിലും ഒക്കെ നടന്നുകൊണ്ട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി തന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തുള്ളതായ എല്ലാ സ്ഥലത്തിന്റെയും കോൺട്രാക്ട് പാസ്റ്റർ കോശിക്കോ പാസ്റ്റർ എബിക്കോ പാസ്റ്റർ ജോർജിനോ ആർക്കും എടുക്കാൻ കഴിയത്തില്ല. ക്വസ്റ്റ്യൻ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സറൗണ്ടിങ്ങിൽ കുറഞ്ഞ പക്ഷം പോയി എല്ലാവരോടും സുവിശേഷം അറിയാമോ? കർത്താവിന്റെ വരവിന്റെ താമസത്തിന്റെ ഒന്നാമത്തെ കാരണം എല്ലാവരും സുവിശേഷം കേട്ടിട്ടില്ല. റോമാലേഖനം 17-ാം അധ്യായം 19 മുതൽ 23 വാക്യം വായിച്ചാട്ട്. റോമാലേഖനം 17-ാമത്തെ അധ്യായത്തിന്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 17-ന്റെ 19 മുതൽ നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും. അവിടെയും എല്ലാവരും ആ 16, 17, 18, 19, 20 അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ഭാഗങ്ങൾ കടന്നു വരുന്നതും റോമാലേഖനത്തിലെ വാക്യങ്ങളോട് നമ്മൾ ചേർത്ത് വരുമ്പോൾ ഒരു കാര്യം നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. കർത്താവിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 17-ന്റെ 19 മുതൽ വായിച്ചാണ് നമ്മളെ. അപ്പോസ്തല പ്രവൃത്തികൾ 17-ന്റെ 19 മുതൽ 23 വരെയോട് വായിച്ചാണ്. പിന്നെ അവനെ പിടിച്ച് അരിയോപക കുന്നിന്മേൽ കൊണ്ടുചെന്നു, നീ പ്രസ്താവിക്കുന്ന ഈ നവീനോപദേശം ഇന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാമോ? നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ, അത് എന്ത് എന്ന് അറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അധേനരൊക്കെയും അവിടെ വന്ന് പാർക്കുന്ന പരദേശികളും. എല്ലാ വാക്യങ്ങളും വായിക്കേണ്ട ആവശ്യമില്ല. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൂടെ പറയുന്നതായ ഒരു പദപ്രയോഗമുണ്ട്. എല്ലാവരും എല്ലാവരും എല്ലാവരും. കർത്താവിന്റെ സ്തോത്രം. കർത്താവിന്റെ ദാസന്റെ 3 മിഷണറി യാത്രയെ പറ്റി അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം സ്പഷ്ടമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പോകുന്ന എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതായ ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. യെരൂശലേം മുതൽ ഇല്യൂരിയ വരെയുള്ളതായ സകല സ്ഥലങ്ങളിലും ചുറ്റി നടന്ന് ഭവനങ്ങൾ തോറും വ്യക്തികളോടുള്ളതായ നിലയിലും സുവിശേഷം അറിയിച്ചുവെന്ന് ധൈര്യത്തോടുകൂടി ദൈവത്തിന്റെ ദാസൻ അവിടുത്തെ യാത്രായോഗത്തിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയെങ്കിലും സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഇന്ന് കർത്താവിന്റെ ദാസന്മാരായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവര് ഇത് കേൾക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? 16 or 20 കുടുംബങ്ങളുള്ള ഒരു സഭയുടെ ചാർജ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദൗത്യം എന്താണ്? മൺഡേ
സൺഡേ, മൺഡേ, ട്യൂസ്ഡേ മുതൽ എല്ലാ ദിവസങ്ങളിലും ആ വിശ്വാസ ഭവനങ്ങൾ കയറി ഇറങ്ങുകയും കുടുംബ പ്രാർത്ഥനകൾ നടക്കുകയും മരണമോ കല്യാണമോ മറ്റുള്ളതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം സഭയുടെ 4 വട്ടത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുകയാണോ? 3 വർഷത്തെ ആ അവിടുത്തെ പ്രവർത്തനം കഴിഞ്ഞ് ട്രാൻസ്ഫർ വാങ്ങിച്ച് പോകുന്ന സമയത്ത് എത്ര ദൈവദാസന്മാർക്ക് തന്നോട് പറയും, കഴിഞ്ഞ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം എന്റെ സഭയിലെ വിശ്വാസികളെ മാത്രമല്ല എന്റെ ചുറ്റുപാടുകളിലുള്ളതായ ഗ്രാമങ്ങളിലുള്ളതായ അനേക ഭവനങ്ങളിൽ പോകുവാൻ എനിക്ക് കർത്താവ് സാവകാശം നൽകി തന്നു. ഒരു ദൈവദാസൻ ഒരു ഗ്രാമത്തിലേക്ക് സുവിശേഷവുമായിട്ട് ഒരു സഭയുടെ ശുശ്രൂഷനായിട്ട് പോകുമ്പോൾ IPC ബ്രദർ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് മാത്രമല്ല ആ ഗ്രാമത്തിന്റെ പാസ്റ്ററായിട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അന്ന് സഹായിക്കട്ടെ. നന്ദിയോട് സ്തോത്രം. ദാനിയേൽ പ്രവചനം 7-ാമത്തെ 14-ാം വാക്യം വായിച്ചിട്ട്, ദാനിയേൽ പ്രവചനം 7-ാമത്തെ 14-ാമത്തെ വാക്യം. സകല വംശങ്ങളും ജാതികളും സകല ഭാഷക്കാരും സകല ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. സ്തോത്രം. ക്ലിക്ക് ചെയ്തുകൊണ്ട് സമയം നിൽക്കുകയാണല്ലോ. സകലരും സുവിശേഷം കേൾക്കണം, എല്ലാവരും സുവിശേഷം കേൾക്കണം, ആരും വിട്ടുപോകല്ല. എന്നാൽ അതിനെ ഒന്നുകൂടെ ഡിവൈഡ് ചെയ്ത് ഇവിടെ എഴുതിയിരിക്കുകയാണ്, സകല ജാതികളും സകല ഭാഷക്കാരും. കർത്താവിന് സ്തോത്രം. ഇന്ത്യയിലുള്ളതായ 1652 ഭാഷകളുണ്ട്. അതിൽ ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിൽ കടന്നു പോകുന്ന സമയത്ത് അത് കൂടെ കൂടെ കേൾക്കുന്നതായ ഒരു ഭാഗം ഉണ്ടായിരുന്നു. There are 500,000 unreached villages in India. 5 ലക്ഷം സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളെന്ന് അന്നത്തെ കാലത്തൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇന്ന് ധൈര്യത്തോട് ദൈവദാസന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് പറയാൻ കഴിയും, ആ സംഖ്യ താഴോട്ട് പോയിട്ടുണ്ട്. 1652 ഭാഷകളിൽ ഞാൻ സുവിശേഷ പ്രവർത്തനമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ കേവലം 14 ഇന്ത്യൻ ലാംഗ്വേജിൽ മാത്രമേ ബൈബിളുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ, സുവിശേഷത്തിന്റെ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. സന്തോഷത്തോട് പറയട്ടെ, ഇന്ന് ഏറെക്കുറെ 298 ക്ലോസ് ടു 300 ഭാഷകളില് സുവിശേഷത്തിന്റെ പ്രതികൾ മുഴുവൻ ബൈബിൾ അല്ലെങ്കിൽ തന്നെയും അതിന്റെ പ്രതികളെങ്കിലും അത് പ്രസിദ്ധീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. 5 ലക്ഷം ഗ്രാമങ്ങളുടെ സംഖ്യ കുറഞ്ഞു വരികയാണ്. എന്നാൽ ഒരു ചലഞ്ച് ദാനിയേൽ പ്രവചനത്തിൽ നിന്നും പഴയ നിയമത്തിലെ വാക്യമാണെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാൻ കൊണ്ട് താല്പര്യപ്പെടുന്നു. സകല ജാതികളും കർത്താവിന്റെ നാമം കേൾക്കണം, സകല ഭാഷക്കാരും കർത്താവിന്റെ നാമം കേൾക്കണം. എങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവ് നടക്കത്തുള്ളൂ. ഒരിക്കൽ കൂടെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് താമസം എന്തെങ്കിലും കാരണത്താലുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റുവാങ്ങണം. എനിക്ക് 40, 50, 60, 70 സംവത്സരക്കാലം കർത്താവിന്റെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, കർത്താവ് വേലയ്ക്ക് വേണ്ടി അവസരം നൽകി തന്നെങ്കിൽ പാഴാക്കാനുള്ള സമയമല്ല. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയാം. നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്ത് അത് എനിക്ക് 3 ആൺകുഞ്ഞുങ്ങളെ കർത്താവ് നൽകി തന്നിട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ 3 പേരെയും കർത്താവിന്റെ വേലയ്ക്കായി അവരെ ഒരുക്കിയെടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി തന്നു. ആ 3 പേരും കർത്താവിന്റെ വേലയിൽ എന്നോടൊപ്പമായി വിവിധ ദേശങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എനിക്ക് ഇന്ന് ഒരു പക്ഷെങ്കില് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ പോയി അവിടുത്തെ എന്റെ മക്കൾ സിറ്റിസൺസ് അവിടുത്തെ 2 പേരുണ്ട്. അവിടെ പോയിട്ട് എനിക്ക് അവിടെ താമസിക്കാമായിരുന്നു. അവർ അന്ന് മുതൽ എന്നെ നിർബന്ധിക്കുന്നുണ്ട്, പപ്പ ഞാൻ അവിടെ എടുക്കട്ടെ. എനിക്ക് തോന്നുന്നു KT വർഗീസ് സാറാണ് ഇവിടെ ഇരിക്കുന്നത് തോന്നുന്നു. KT വർഗീസ് സാറല്ലേ? KT വർഗീസ് സാറേ, ഞാൻ പാസ്റ്റർ ജെയ്സന്റെ ഫാദറാണ്. ഡിട്രോയിറ്റ് ചർച്ചിലെ ജെയ്സന്റെ ഫാദറാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പേര് ഫയൽ ചെയ്യരുത്. എപ്പോഴെങ്കിലും കാണണമെങ്കിൽ വേറെ ഒരു വിസിറ്റിംഗ് വിസയിൽ വന്ന് നിങ്ങളെ കാണാം. അമേരിക്കയിൽ പോയി സെറ്റിൽ ആകുന്നവരോട് എനിക്ക് യാതൊരു വിരോധമില്ല. എന്നാൽ എന്റെ ഹൃദയത്തിലെ താല്പര്യം ദൈവം തന്നിട്ടുള്ളതായ ആയുസ് മുഴുവന് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ പ്രവർത്തനം ചെയ്യുക. പാസ്റ്റർ എബി പറഞ്ഞതുപോലെ നമ്മള് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തന്റെ അടുത്തോട്ട് മുൻപോട്ട് വന്നാൽ